ഇന്റർനാഷണൽ അവാർഡൊന്നും കിട്ടി. എന്നാൽ അരുന്ധതി റോയിയല്ല. നമ്മളെ തെറ്റിദ്ധാരണയാണ്. അരുന്ധതി റോയ്ക്ക് ബുക്കർ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. അത് കോമൺവെൽത്ത് രാജ്യങ്ങളിലുള്ള എഴുത്തുകാരുടെ, അത് മത്സരമല്ല, അവരെഴുതിയ പുസ്തകങ്ങളെ ഒരു കമ്മിറ്റി വിശദമായി പഠിച്ച് സമ്മാനം കൊടുക്കുന്ന ഏർപ്പാടാണ്. അരുന്ധതി റോയ്ക്ക് ബോർഡ് ഓഫ് സ്പോർട്ടിങ്ങിന് ആ സമ്മാനം കിട്ടിയിട്ടുണ്ട്. അന്നത്തെ അതിന്റെ മൂല്യം പണത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ 13 ലക്ഷമാണ്. എന്നാൽ അതിനേക്കാൾ വലിയ സമ്മാനം, 6 ഇരട്ടി സമ്മാനം തലശ്ശേരിയിലും കണ്ണൂരിലും ബന്ധമുള്ള ഒരു സ്ത്രീക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ അറിയണം. അത് മഞ്ജുള പത്മനാഭൻ എന്ന് പറയുന്ന, മഞ്ജുള പത്മനാഭന്റെ അച്ഛൻ പത്മനാഭൻ തലശ്ശേരിക്കാരനാണ്. അദ്ദേഹം അംബാസഡറായി, ഇന്ത്യയുടെ അംബാസഡറായിട്ട് പല രാജ്യങ്ങളിലും കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ മഞ്ജുള പത്മനാഭൻ ഇപ്പോഴും വിദേശത്താണ് താമസിക്കുന്നത്. അതുകൊണ്ട് ഒരുപക്ഷെ നമ്മളറിയില്ല. അവർ കണ്ണൂർക്കാരിയാണ്, അവരുടെ തറവാട് കണ്ണൂരാണ്. അവർക്ക് 70 വ്യത്യസ്ത നാടുകളിൽ നിന്നുള്ള സാഹിത്യ സൃഷ്ടികളുടെ ഒരു മത്സരത്തിൽ 1ാം സമ്മാനം കിട്ടിയിട്ടുണ്ട്. ഈ അരുന്ധതി റോയ്ക്ക് കിട്ടിയ സംഖ്യയുടെ 6 ഇരട്ടി ഉള്ള സംഖ്യ, ഓനാസിസ് പ്രൈസ്, മഞ്ജുള പത്മനാഭന് കിട്ടിയിട്ടുണ്ട്. ഇത് ഞാൻ അവരെ പേരാരും പറയില്ല എന്ന് എനിക്കറിയാമായിരുന്നു. ഒരുപക്ഷെ പറയുന്നത് അരുന്ധതിയുടെ പേര് മാത്രമായിരിക്കും എന്ന് എനിക്കറിയാമായിരുന്നു. കാരണം ഇത് നമ്മൾ തലശ്ശേരി കണ്ണൂരുള്ളവർക്ക് അവരവരുടെ ആൾക്കാരെ കുറിച്ച് ഒരു മതിപ്പുമില്ല, അറിവുമില്ല എന്നുള്ളതാണ് സത്യം. ഇനിയെങ്കിൽ നമ്മൾ ആ ശീലം മാറ്റണം. ഇപ്പോ ഞാൻ പറഞ്ഞില്ലേ, പരശുരാമൻ എന്ന പേരിൽ മൂർക്കോത്ത് കുഞ്ഞപ്പൻ മാത്രമാണ് പഞ്ച് എന്ന ഇംഗ്ലീഷ് ഹാസ്യമാസികയിൽ ലേഖനങ്ങൾ എഴുതിയ ഒരേ ഒരു ഇന്ത്യക്കാരൻ. നമ്മളതിനെ പറ്റി ഓർക്കാറുണ്ടോ? ഓർക്കാറില്ല. സന്യനെ പോലെ ഒരു ഹാസ്യ സാഹിത്യകാരൻ അദ്ദേഹം അത് മാത്രമായിരുന്നില്ല. അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിന്റെ പ്രതിഭയുടെ ഏതാണ്ട് 10% മാത്രമേ ഹാസ്യ സാഹിത്യത്തിന് അദ്ദേഹം ഉപയോഗിച്ചുള്ളൂ. ബാക്കിയെല്ലാം അദ്ദേഹം എന്താണ് ചിന്താപരമായ ലേഖനങ്ങൾ എഴുതുന്നതാണ് സാഹിത്യത്തിൽ. പക്ഷെ നമ്മൾ അദ്ദേഹത്തെ വെറും ഹാസ്യ സാഹിത്യകാരനായി കാണുന്നു. മാത്രമല്ല, നമ്മൾ തന്നെ അദ്ദേഹത്തെ പലപ്പോഴും ഒരു കൃഷ്ണകുട്ടിയുടെയോ അല്ലെങ്കിൽ പെരുന്ന തോമസിന്റെയോ മാതിരിയുടെ ഒരു നിലവാരം കുറഞ്ഞ ഹാസ്യ സാഹിത്യകാരനായിട്ട് നമ്മൾ കാണുന്നു. അദ്ദേഹം 3 ഭാഷകളിൽ MA കിട്ടിയ ആളാണ്. 1ാം തരം അഭ്യാസിയായിരുന്നു, 1ാം തരം ജ്യോതിഷിയാണ്, 1ാം തരം വൈദ്യരാണ്, 1ാം തരം ഗീതാ പ്രഭാഷകനാണ്. അദ്ദേഹത്തിന് ഇല്ലാത്ത ഒരു യോഗ്യതയും കാണാനില്ല. ഒരു അവസരത്തില് ഹരിദാസ് ഗോവർദ്ധൻ ശ്യാംജി സുന്ദർദാസ് കേട്ടു കണ്ണൂർ നിർദ്ദേശം പറഞ്ഞു, 4 ഭാഷകൾ എനിക്കറിയാം. ഇംഗ്ലീഷ് അറിയാം, ഗുജറാത്തി അറിയാം, മലയാളം, ഇംഗ്ലീഷ് അറിയാം. സഞ്ജയനെ പോലെയുള്ള ഒരു സാഹിത്യകാരന്റെ പ്രതിഭാശാലിയെ ഈ 4 ഭാഷകളിലും എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷെ നമുക്ക് അങ്ങനെ വല്ല ചിന്തയുണ്ടോ? ഒന്നുമില്ല. അദ്ദേഹം പരമരസികനായിരുന്നു. തനി നാടൻ ഭാഷ അദ്ദേഹം ശ്ലോകം എഴുതിയിട്ടുണ്ട്. അന്ത്യോളത്തിന് വരുന്ന് കയ്യേലനക്ക് കോയിലൊരിക്കത്തുമ്മാൻ കൂടിയില്ലാണ്ട് അലമ്പാക്കാൻ ഇന്ന് പറഞ്ഞു എന്നൊക്കെ പറയുന്നത് കവിതയിൽ. അങ്ങനെ പറയാനും ചെയ്യില്ല. ഈ തുമ്മാൻ എന്നൊക്കെ പറഞ്ഞാൽ വെറ്റിലടക്കാൻ തുമ്മാൻ എന്നൊക്കെ പറയും. അപ്പൊ തനി നാടൻ ഭാഷയിൽ വളരെ ശക്തമായ അതേ സമയത്ത് അദ്ദേഹം ഒതല്ലോ പദാനുപദം തർജ്ജമ ചെയ്ത ആളാണെന്ന് നമ്മൾ ഓർക്കണം. ഇത്രയും കഴിവുള്ള ആളുകളൊക്കെ ഈ തലശ്ശേരിയിലും കണ്ണൂരിലും ഒക്കെ ഉണ്ടായിട്ട് നമ്മുടെ വിശ്വാസം ഇവരൊന്നും ആരുമില്ല, എല്ലാം തെക്കേ ഉള്ളൂ എന്നാണ്. തെക്കാണ് സാഹിത്യം. തെക്കുള്ള സാഹിത്യകാരന്മാരൊക്കെ അങ്ങനെ എഴുതിക്കൊണ്ടേയിരിക്കുന്നു. ഞാൻ അധികം സമയം നീട്ടുന്നില്ല. പക്ഷെ ചില സത്യം നിങ്ങളോട് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. മലയാളത്തിലെ ആദ്യത്തെ സാഹിത്യ സൃഷ്ടി ഏതാണെന്ന് ചോദിച്ചാൽ തിരുവിതാംകൂറുകാരൻ പറയും രാമചരിതമാണ്. അതല്ല, പയ്യന്നൂർ പാട്ടുകളാണ് ആദ്യത്തെ മലയാള കാവ്യം. അത് കുട്ടർക്ക് ഇവിടെ നിന്ന് പിന്നെ രൂപിക്കുന്ന സർവകലാശാലയിൽ കൊണ്ടുപോയി സൂക്ഷിച്ചു വെച്ചുകൊണ്ട് നമുക്കതിനെ നോക്കിയിരിക്കും.
അത് ഒരുപാടുണ്ട്. ആദ്യത്തെ നോവൽ എഴുതിയത് അത് ചന്ദ്രമേനോനായാലും ശരി, അപ്പനെടുങ്ങാടിയായാലും ശരി, തിരുവിതാംകൂറുകാരനല്ല, മലബാറുകാരനാണ്. പക്ഷേ നമ്മൾ പറയും അവിടെയാണ്. ആദ്യം നമ്മൾ പറയുന്നു ഞാൻ എഴുത്തച്ഛന്റെ ശക്തനായൊരു ഭക്തനാണ്. പക്ഷേ എഴുത്തച്ഛൻ മലയാള ഭാഷയുടെ പിതാവാണെന്ന് പറഞ്ഞാൽ അത് പരമാബദ്ധമാണെന്ന് ഞാൻ പറയും. കാരണം അദ്ദേഹം എഴുതുന്നതിനും ഏതാണ്ട് 80 കൊല്ലം മുമ്പാണ് ചെറുശ്ശേരി കൃഷ്ണപ്പാട്ടിലെ ഭാഷയും തുഞ്ചത്തെഴുത്തച്ഛന്റെ ഭാഷ നിങ്ങളൊന്ന് താരതമ്യം ചെയ്ത് നോക്കുക. ആധുനിക ഭാഷയോട് ഏറ്റവും അധികം അടുത്ത് നിൽക്കുന്നത് ചെറുശ്ശേരിയുടെ ഭാഷയാണ്. തുഞ്ചത്തെഴുത്തച്ഛനാണ് ഞാൻ ചെറുശ്ശേരിയേക്കാൾ കൂടുതൽ മാനിക്കുന്നത്. അദ്ദേഹം നമുക്ക് നൽകിയ സംഭാവനയുടെ അടിസ്ഥാനം. പക്ഷെ പിതാവാണെന്ന് പറയുമ്പോൾ അത് ശരിയായ കാര്യമല്ല. മലയാള ഭാഷ രൂപപ്പെട്ടതും വികസിച്ചതും വടക്കൻ കേരളത്തിലാണ്. അത് മറ്റൊരവസരത്തിൽ ശക്തിയുക്തം സ്ഥാപിക്കാൻ കഴിയും. വടക്കൻ കേരളത്തിൽ, അതായത് അകനാനൂറ് പുറനാനൂറ് പോലെയുള്ള സംഘകാല കൃതികൾ ഉണ്ടായത് പോലും വടക്കൻ കേരളത്തിലാണ്. അതിന്റെ ശേഷം മലയാളം ഒരു ഭാഷയായിട്ട് വികസിച്ചതിലൂടെയാണ് ഇവിടെ ആ വികാസം സംഭവിച്ച് പിന്നീട് ഒരു 50 കൊല്ലം കഴിഞ്ഞിട്ട് തൃശ്ശൂർ കടക്കുന്നത് മലയാള ഭാഷ. അപ്പോ ഒരുപാട് തെറ്റിദ്ധാരണകൾ നമ്മുടെ തിരുത്താറുണ്ട്. അതുകൊണ്ട് തന്നെ മീനാക്ഷി രാഘവന്റെ കവിതകളെ കുറിച്ച് ഞാൻ ഇന്ന് ഒന്നും പറയില്ല. കാരണം ഞാൻ പഠിച്ചിട്ടില്ല, വായിച്ചിട്ടില്ല. കമ്പോട് വായിച്ച് പഠിച്ച് അതിലെ എല്ലാ ഗുണങ്ങളും ദോഷങ്ങളും പൂർണ്ണമായി മനസ്സിലാക്കി കഴിഞ്ഞില്ലാതെ ഞാൻ അതിനെക്കുറിച്ച് അഭിപ്രായം പറയില്ല. അതിനോട് അർത്ഥം ധാരാളം കിട്ടുകയും ചെയ്യും കവിതകളുടെ. പക്ഷെ ഒന്ന് എനിക്കറിയാം, അവര് എന്താ പറയുക, പ്രതിഭാശാലിയാണെന്ന് ഇതിനു മുമ്പേ എനിക്ക് പല ഘട്ടത്തിലും മനസ്സിലായിട്ടുണ്ട്. ആ പേര് തന്നെ എന്താണ്, രാഗധ്വനി എന്ന് പറയുന്നതിൽ അതിനൊരു റൊമാൻറ്റിക് ടച്ച്, കവിതക്ക് അങ്ങനെ ഒരു ഭംഗിയുണ്ട്. അവരുടെ കവിതകൾ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ സ്വപ്നങ്ങൾ, അവരുടെ ചിന്തകൾ, അവരുടെ വികാരങ്ങൾ, അവരുടെ അനുമാനങ്ങൾ എല്ലാം അതിനകത്ത് ഉണ്ടായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അങ്ങനെയാണ് കവിത വേണ്ടത്. കവിതയെക്കുറിച്ച് പറയുന്നത് ജീവിത വിമർശനമായിരിക്കണം കവിത. മാത്യു വാർമ്മോട് വളരെ വ്യക്തമായിട്ടാണ് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ കവിയായ BVK പറഞ്ഞിട്ടുണ്ട്, ജീവിത വിമർശമേ കവിയെ കവിയായി ജീവിക്കും കലാലോകത്തിലൂടെ സമീക്ഷിക്കൂ എന്ന് BVK പറയും. BVK എപ്പോഴൊക്കെ അറിയാം, ഇവിടെ പതിവുകാരനാണ്. BVK എന്നൊരു കവി ഇവിടെ ഉണ്ടായിരുന്നു. വളരെ നല്ലൊരു കവിയാണെന്നുള്ളത് എത്ര നേരം അറിയാം. ഒന്നാന്തരം ഒരു പാരമ്പര്യം നിങ്ങൾക്കുണ്ട്. ആ പാരമ്പര്യം കുറഞ്ഞതായിട്ട് കാണുന്നത് അപ്പോഴും അതിന്റെ പിന്നിൽ മീനാക്ഷി രാഘവനെ പോലുള്ള ആളുകൾ വീണ്ടും തളിർത്തു വരുന്നു, തെഴുത്തു വരുന്നു എന്നുള്ളത് കാണാൻ സന്തോഷമുണ്ട്. അവർക്കും ഇവിടെ കൂടിയിരുന്ന സാഹിത്യ പൊതുകൾക്കെല്ലാം എൻ്റെ ആശംസ നേർന്നുകൊണ്ട് ഞാൻ എനിക്ക് ഒരു കാര്യം ഈ കവിതയിൽ ഓണത്തിനെ പറ്റി, ഓണവെയിലൊളിയുന്ന ഒരു സുപ്രഭാതത്തിലാണ് കണ്ടത് ഞാൻ ആ ഗ്രാമത്തിൻ കിടാങ്ങളെ. അങ്ങവർ പൂക്കൂടയിൽ കൈത്തോട്ടിൽ നിന്നും താമരങ്ങളവാമ്പൽ പൂക്കൾ അറുത്തുനിറക്കുന്നു. അറിയാമെനിക്കവർ ചേറ്റിലെ കുഞ്ഞുങ്ങളി അലരാൽ മാവേലിക്ക് പൂക്കളം തീർക്കുന്നാളെ മുഴുകരപ്പെട്ടു. എന്തിനീ ആമ്പൽ പൂക്കൾ വെറുതെ ചോദിച്ച് ഞാൻ അന്തികെ തണ്ണീർ പോലും അവർ തന്മാതാവോഴി 4 മുക്കാലോ മറ്റോ 100 പൂവിച്ചാൽ കിട്ടും. മാല കെട്ടാനാണത്രേ വല്ലതും പാലിക്കുന്ന. ആ വരി എത്തുമ്പോഴേക്ക് പിന്നീട് വായിക്കാൻ പറ്റാത്ത, പാടാൻ പറ്റാത്ത അവസ്ഥ. എഴുതുന്നത് വൈലോപ്പള്ളി. അതേ ആവർത്തനങ്ങൾ കൂടി ചേർത്തുകൊള്ളുകയാണ്. ഓണത്തെ പറ്റി എല്ലാവരും ശ്രദ്ധിക്കുന്നു. ഓണക്കാലത്തിന്റെ പഴയ അനുഭവങ്ങൾ ഞാൻ നിർമ്മലേജി കോളേജ് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിൽ നിരുമ്പ കുന്നാണ്. ആ കുന്നിലുണ്ടായിരുന്ന പൂവിന്റെ അളവ്, ഞങ്ങൾ ഏട്ടാന്മാരോട് വാശിയോടുകൂടി പൂപ്പറിക്കാൻ പഠിക്കുന്നു. 2 സേർ അരിപ്പൂവും 1 സേർ തുമ്പപ്പൂവും അളന്ന് പഠിക്കണമെന്നുള്ള വാശിയിൽ ആ കുന്നിന്റെ മുകളിൽ പൂ അടുത്തതും ആ ഓർമ്മയിൽ നിന്ന് ഇപ്പോഴും വണ്ടി വന്ന പൂക്കളം തീർക്കാനെന്ന് നോക്കുന്ന കാലഘട്ടത്തിലേക്ക് എഴുതുന്നത് നാരായണ പഠിച്ചതുപോലെ
അതെൻ്റെ മനസ്സിൽ വന്നു. ഓണത്തിൻ്റെ ഓർമ്മകളെന്ന ഒരു കൈപ്പിടി ഓർമ്മകൾ മനസ്സിൽ നിറഞ്ഞ് ഒരു ഓണവും കൂടെ വേദാനവേ എന്ന കവിത കവയിത്രി ഇവിടെയും സൂചിപ്പിച്ചിരിക്കുന്നു നമ്മുടെ ഒക്കെ മനസ്സിൽ. അതായത് ഉന്നതനായ വൈലോപ്പിള്ളി പാടിയ പാട്ടിൻ്റെ വരികൾ മുഴുമിപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ ആ അത്രയും വികാരപരമായ രീതിയിൽ അനുഭവങ്ങൾ പലരുടെയും ഉള്ളിലുണ്ട്. അതുകൊണ്ടാണ് കവി പരമ്പരയോ അല്ലെങ്കിൽ സാഹിത്യ മേഖലയോ നഷ്ടപ്പെട്ടു പോകാതെ തുടരുന്നത്. അപ്പോഴും നമ്മളെ സംബന്ധിച്ചിടത്തോളം ആരെന്ത് എഴുതിയാലും ശരിയത് വായിക്കുകയും നല്ലതും ചീത്തയും തിരിച്ചറിയുകയും ആ തിരിച്ചറിവിലൂടെ പുതിയ സാഹിത്യ സാംസ്കാരിക കവിത മേഖലകളിലുള്ള യുവതലമുറയെ വളർത്തിയെടുക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് ഞങ്ങൾ കവിമണ്ഡലത്തിൽ രൂപം കൊടുത്തതും അതിൻ്റെ രക്ഷിതാവാണ് കൃഷ്ണേട്ടനോട് സംസാരിച്ചത്. അതിൻ്റെ ജനറൽ കൺവീനറാണ് ഇന്ന് വരാൻ വേണ്ടി ഉദ്ദേശിച്ചെങ്കിലും പറയാൻ പറ്റാതിരുന്നത്. അതിന് തൽക്കാലം മുന്നുവെക്കുന്നവർക്ക് പൂവ് വെച്ചതുപോലെ ഞാൻ എല്ലാവിധ ആശംസകളും മീനാക്ഷി രാഘവൻ എന്ന പുതിയ കവയിത്രിക്ക് നേർന്നുകൊണ്ട് ഇനി അടുത്ത പുസ്തകപ്രകാശനത്തിന് വേണ്ടി അധികം താമസിപ്പിക്കാതെ ഞങ്ങളെ വിളിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് സ്നേഹപൂർവ്വം വിടുവാങ്ങുന്നു. നന്ദി, നമസ്കാരം. ആദ്യ കാലത്തൊന്നും കൂടുതൽ മേഖലകളോ ഒന്നും വളർച്ചയോ ഒന്നും ഉണ്ടായിരുന്നില്ല. കേവലം 5-10 പേർ ചേർന്നുകൊണ്ട് രൂപീകൃതമായ ഈ കവിമണ്ഡലം ഇന്ന് 9 മേഖലകളായി വളർന്നു കഴിഞ്ഞു. അതായത് ആലക്കോട്, ചെറുപുഴ, പയ്യന്നൂര്, തളിപ്പറമ്പ്, പഴയങ്ങാടി, കണ്ണൂര്, തലശ്ശേരി, കൂത്തുപറമ്പ്, പേരാവൂര്. അടുത്ത് തന്നെ കാസർഗോഡിൻ്റെ അതിർത്തി പ്രദേശത്തും ഒരു മേഖല രൂപീകൃതം ആവാനുള്ള സാധ്യതകളുണ്ട്. അങ്ങനെ അനുദിനം വളർച്ചയിലേക്ക് കുറിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ് ഈ കവിമണ്ഡലം. അതിൻ്റെ കൂത്തുപറമ്പ് മേഖല രൂപീകൃതമായിട്ട് ഏകദേശം 5 വർഷത്തോളമായി. അതുമുതൽ രൂപീകൃതമായ മുതൽ ഞാനാണ് അതിൻ്റെ കൺവീനർ. തലശ്ശേരി ഏതാനും മാസം മുമ്പാണ് രൂപീകൃതമായത്. ഇനി ശ്രീമതി മീനാക്ഷി രാഘവനെ പറ്റി ഞാൻ അവരെ കണ്ട് മുട്ടിയത് ഏതാനും മാസം മുൻപ് കവിമണ്ഡലത്തിൻ്റെ എല്ലാ മേഖലകളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് കേശവതീരം, അത് ഏഴിലൂട് എന്ന് പറയുന്ന സ്ഥലത്തിനടുത്തുള്ള ഒരു ആയുർവേദ ഗ്രാമമാണ്. അതൊരു ആയുർവേദ ഹോസ്പിറ്റലും ആയുർവേദ മരുന്ന് തോട്ടവും ഒക്കെയുള്ള വളരെ പ്രകൃതി മനോഹരമായ ഒരു ഉള്ളൊരു സ്ഥലമാണ് കേശവതീരം. അവിടെ വെച്ച് കവിമണ്ഡലം എല്ലാ വർഷവും 1-2 ക്യാമ്പുകൾ സംഘടിപ്പിക്കാറുണ്ടായിരുന്നു. കഴിഞ്ഞ ക്യാമ്പിൽ ശ്രീമതി മീനാക്ഷി രാഘവൻ പങ്കെടുക്കുകയുണ്ടായി. അവിടെ വെച്ചാണ് ഞാൻ അവരെ ആദ്യമായി കണ്ടുമുട്ടിയത്. അന്ന് തന്നെ ഈ സ്ത്രീയിൽ പ്രത്യേകിച്ച് ചില കഴിവുകളുണ്ട്. മറ്റുള്ളവരെക്കാളും സാഹിത്യ ലോകത്തിലും സംസാരിക്കാനും അത് അവതരിപ്പിക്കാനും ചൊല്ലാനും മറ്റുമുള്ള കഴിവുണ്ട് എന്ന് അവർ അവിടെ വെച്ച് സദസ്സിനെ ബോധ്യപ്പെടുത്തിയിരുന്നു. കവിമണ്ഡലം കേശവതീരം ക്യാമ്പ് സമാപിക്കുന്നതിന് മുമ്പ് തന്നെ അവർ ഞങ്ങൾക്കൊരു വാഗ്ദാനവും തന്നു. അതായത് തലശ്ശേരി കേന്ദ്രീകരിച്ചുകൊണ്ട് അവർ ഒരു പുതിയ മേഖല അടുത്ത് തന്നെ രൂപീകരിക്കും, അതിനുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകും എന്നുള്ളൊരു തീരുമാനവും കേശവതീരത്ത് വെച്ച് തന്നെ അവർ പ്രഖ്യാപിക്കുകയുണ്ടായി. അധികം താമസിയാതെ തന്നെ അത് സഫലീകൃതമാവുകയും ചെയ്തു. ഇപ്പോഴിതാ തലശ്ശേരി കവിമണ്ഡലം മേഖലയുടെ ആഭിമുഖ്യത്തിൽ അവരുടെ പുസ്തകം രാഗധ്വനി ഏതൊരാളും കണ്ടാൽ പെട്ടെന്ന് എടുത്തു പോകുന്ന ആകർഷകത്വമുള്ള മുഖചിത്രത്തോടു കൂടിയ ഒരു പുസ്തകം കവിമണ്ഡലം തലശ്ശേരി മേഖല പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിലെ കവിതകൾ ഞാൻ വായിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ അതിനെപ്പറ്റി ഒരു അവലോകനം ഇപ്പോൾ നടത്തുന്നത് ശരിയാവുകയില്ല. എങ്കിലും അതിൻ്റെ കെട്ടും മട്ടും ഏകദേശം മറിച്ചു നോക്കിയപ്പോഴുള്ള ഉള്ളടക്കവും കണ്ടപ്പോൾ തന്നെ ഇത് നന്നായിരിക്കും ഈ പുസ്തകം എന്ന് എനിക്ക് ഉറപ്പിക്കാൻ സാധിച്ചു.
ഇത്തരത്തിലുള്ള ഒരു കാൽവെപ്പ് ചുവടുവെപ്പ് അവരിൽ നിന്നും ഉണ്ടായതിനും അതിന് പ്രോത്സാഹനം നൽകിയ തലശ്ശേരി കവിമണ്ഡലം മേഖലയിലെ മറ്റ് അംഗങ്ങൾക്കും പ്രവർത്തകർക്കും അഭ്യുദയ കാംക്ഷികൾക്കും അതുപോലെ അവരുടെ സുഹൃത്തുക്കൾക്കും ഒക്കെ തീർച്ചയായും അഭിമാനിക്കാവുന്ന ഒരു അവസരമാണിത്. ഇത്തരം കൃതികൾ ഇനിയും അവരിൽ നിന്ന് നമുക്കുണ്ടാവട്ടെ. അങ്ങനെ കവിമണ്ഡലം വളർച്ചയിലേക്ക് ഇനിയും ഉയർന്നുകൊണ്ടിരിക്കട്ടെ. മീനാക്ഷി രാഘവന്റെ നാമധേയം കേരളമാകെ മുഴങ്ങി കേൾക്കുമാറാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. അവരുടെ ഉള്ളിൽ ഇങ്ങനെ ഒരു കവിതാ സംഭരണം ഉണ്ട് എന്ന് നമുക്കറിയത്തില്ല. പക്ഷെങ്കിൽ അവരെ ഈ കവിത നോക്കുമ്പോൾ ആഴിയും ആഴവും സാഹിത്യവും ഒക്കെ നിറഞ്ഞ കവിതയാണ്. ഞാനും ചെറിയ മട്ടത്തിൽ കവിത എഴുതുന്ന ആളാണ്. പക്ഷേങ്കിൽ ഇത് ഞാൻ പദ്യത്തിലാണ് എഴുതുക. പക്ഷേ ഇതൊരു ഗദ്യം അപാര കവിതകളായിട്ട് തോന്നുന്നു. അതുകൊണ്ട് എനിക്ക് ഈ തലശ്ശേരി കവിമണ്ഡലത്തോട് പറയാനുള്ളത്, ഇവരുടെ മീനാക്ഷി ചേച്ചിയുടെ കലാബോധവും അഭിരുചിയും എല്ലാം ഒരു പ്രൊഫഷണൽ ടച്ചിലേക്ക് കൊണ്ടുവരണം എന്ന് ഞാൻ തലശ്ശേരി കവിമണ്ഡലത്തോട് പറയുകയാണ്. തന്നെത്താൻ വളർന്നൊരു ചെടിമരക്കായകൾ പറിക്കാൻ നമുക്കിഷ്ടമാണ്. ആരാണ് വളർത്തിയത്, എവിടെ നിൽക്കുന്നു, അതൊന്നും നമുക്കറിയണ്ട. ചെടിമരക്കായകൾ വാടിക്കഴിഞ്ഞാൽ ഭംഗി കൊഴിഞ്ഞിപ്പോ. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ എഴുതിയിട്ടുണ്ട്. അതിലുള്ള ഓരോ അർത്ഥങ്ങളുണ്ട്. എന്നെ പറ്റിയിട്ട് എല്ലാവരും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. വീണ്ടും ഞാൻ കുറച്ചും കൂടെ പറഞ്ഞ് എല്ലാവരും ബോറടിപ്പിക്കുന്നത്ര ശരിയല്ല. എല്ലാവർക്കും വിലപ്പെട്ട ഒരു ഞായറാഴ്ചയാണ്. കൂടി ഞാൻ ക്ഷണിച്ചിട്ട് എൻ്റെ എല്ലാ സുഹൃത്തുക്കളും അയൽക്കാരും എൻ്റെ എന്താ പറയുക എൻ്റെ കവിമണ്ഡലത്തിലുള്ള എല്ലാ സുഹൃത്തുക്കളും ഞാനൊരു ഫോൺ കോളിലൂടെ എല്ലാവരെയും വിളിച്ചത്. എന്നെക്കാൾ എത്രയോ മുതിർന്ന സ്ഥാനത്ത് നിന്ന പല ആൾക്കാരുണ്ട്. ഓരോരുത്തരും പേരെടുത്ത് പറയാൻ എനിക്ക് പെട്ടെന്ന് കഴിയില്ല. എങ്കിലും കൂടി ഞാൻ എൻ്റെ സന്തോഷം ഈ അവസരത്തിൽ ഈ വേദിയിൽ നിങ്ങളോട് എല്ലാവരോടും കൂടി പങ്കുവെച്ചിട്ട് എൻ്റെ വർക്ക് എന്നെ പറ്റിയിട്ടും എൻ്റെ എഴുത്തിനെ പറ്റിയിട്ടും 10 വയസ്സിൽ ഞാൻ എഴുതുന്നുണ്ട്. ചെറിയ ചെറിയ ആനുകാലിക പ്രസിദ്ധീകരണങ്ങളിൽ പ്രസിദ്ധീകരിച്ച് കല്യാണത്തിന് മുൻപ് സ്കൂൾ പഠിക്കുന്ന കാലത്ത് തന്നെ എന്നെ പഠിപ്പിച്ച ഒരു ശ്രീലത ടീച്ചറുണ്ട് മലയാളത്തില്. ടീച്ചർ എപ്പോഴും എന്നോട് പറയും, മീനാക്ഷി, ഞാൻ എൻ്റെ ഭർത്താവിനെ കുറ്റപ്പെടുത്തുന്നില്ല, അതിൽ ആദ്യം തന്നെ എന്നൊരു അഡ്വാൻസ് ആയിട്ട് പറഞ്ഞേക്കാം, മീനാക്ഷിയുടെ ഒരു സാഹിത്യകാരെ കല്യാണം കഴിക്കണേന്ന് പറയും. ഞാൻ എന്താ ടീച്ചർ, മീനാക്ഷിക്ക് നല്ല സാഹിത്യ വാസനയുണ്ട്. അത് ഞാൻ എൻ്റെ മനസ്സിലങ്ങനെ വെച്ചെങ്കിലും കൂടി എന്നെ കല്യാണം കഴിച്ച എൻ്റെ ഭർത്താവ് എനിക്ക് എല്ലാ സപ്പോർട്ടും തന്നിട്ടുണ്ട്. എൻ്റെ മക്കളെ 3 മക്കളെ പഠിപ്പിച്ച ടീച്ചേഴ്സ് ഉണ്ട്. പിന്നെ എൻ്റെ 3 മക്കളെ കലാപരമായ കാര്യങ്ങൾ അറിയുന്ന അയൽവക്കക്കാരുണ്ട്. അപ്പൊ എൻ്റെ ഭർത്താവിന് കലയോടുള്ള ഒരു താല്പര്യം അതിനുണ്ടെന്നും എന്നൊരു സാഹിത്യകാരെ കല്യാണം കഴിച്ചിട്ട് എനിക്ക് ദുഃഖമില്ലാന്നുള്ളത് കൂടെ ഞാൻ ആദ്യം പറഞ്ഞുകൊണ്ട് ബാക്കി കാര്യങ്ങളെ പറയാം. ഈ പുസ്തകം എഴുതാൻ എന്നെ പ്രേരിപ്പിച്ചത് എൻ്റെ ഭർത്താവിനാ. പിന്നെ അതിനു മുന്നേ, ഭർത്താവിനേക്കാളും മുന്നേ എന്നെ ചെറുതിലെ ഈ കലാസാഹിത്യ രംഗത്തേക്ക് കൊണ്ടുപോയ രണ്ടാളത് എൻ്റെ അച്ഛനും അമ്മയും. അപ്പൊ ഈ കൂട്ടത്തില് നിങ്ങൾ ആരും കാണുന്നില്ല, അവരെ 3 കാണുന്നുണ്ട്. എന്റെ കണ്ണിലൂടെ അവരിങ്ങനെ നടക്കുന്നുണ്ട്, എന്റെ മനസ്സിലൂടെ അവരിങ്ങനെ സഞ്ചരിക്കുന്നുണ്ട്. അപ്പൊ എൻ്റെ അച്ഛൻ ഒരുപക്ഷെ നിങ്ങൾ ഞാൻ പറയുന്നത് വിശ്വസിക്കില്ലായിരിക്കും. അതിലൊരു തെളിവായിട്ടാണ് എൻ്റെ ആൾക്കാർ ഉസ്മാൻ വടക്കുമാരുടെയുണ്ട്. ഞാൻ സാഹിത്യ മാതൃഭൂമി സ്റ്റഡി സർക്കിൾ നടത്തുന്ന കാലത്ത് എൻ്റെ നാട്ടിൽ ഒരു സ്വന്തം യൂണിറ്റ് വേണമെന്ന് വെച്ചിട്ട് മാതൃഭൂമി ശില്പി സ്റ്റഡി സർക്കിൾ രൂപീകരിച്ചു. അപ്പൊ അതിന്റെ വാർഷികം കൊണ്ട് നടക്കണമെന്നുണ്ട്. അപ്പൊ വളരെ ചെറുപ്പമാണ്, ഞാൻ ഉസ്മാനെ വളരെ ചെറുതാണ്. എങ്ങനെ പൈസ സംഘടിപ്പിക്കും, ഇതിന് ഈ വലിയൊരു ഉദ്ഘാടനം നടത്തണം, മനസ്സിലുള്ള ആശ. അങ്ങനെ ചെറിയ ചെറിയ ആഗ്രഹങ്ങളായിട്ട് ഓരോ സ്ഥലത്തും കയറിറങ്ങി പൈസ സമ്പാദിച്ച് ഒടുവിൽ ഞാൻ ഉസ്മാനോട് നമുക്ക് മാതൃഭൂമി KP കേശവനോട് ഒന്ന് പോയി നോക്കിയാൽ വലിയൊരു സംഖ്യ കിട്ടുന്നുള്ള ധാരണയെല്ലാം പോയെ. പക്ഷെ ഇത് വലിയൊരു സംഖ്യ ഇല്ലെങ്കിലും അത് ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. KP കേശവനെ ഉദ്ഘാടനത്തിന്റെ ദിവസത്തിന് മുന്നേ 10 രൂപ എനിക്ക് മണി ഓർഡർ അയച്ചു തന്നു. അത് ഏറ്റവും വലിയൊരു സന്തോഷമായിട്ട്. പക്ഷെ സൂക്ഷിച്ചു വെക്കാൻ ഞാൻ എൻ്റെ മണി ഓർഡർ കവർ വെച്ചെങ്കിലും കൂടി എൻ്റെ വീട്ടിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. പിന്നെ ഞാൻ കുറെ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ബാലലോകത്തിൽ ആദ്യമായിട്ട് ഞാൻ എൻ്റെ കവിത എൻ്റെ കുരുവി എന്ന് പറഞ്ഞ് വടക്കുംപാട് PC ഗുരുദാസൻ ബേസിക് സ്കൂളിലുണ്ട്. അന്ന് ഞാൻ 5ാം ക്ലാസ് പഠിക്കുന്നത്. പിന്നെ എനിക്ക് എഴുതാൻ പറ്റിയത് ഞാൻ 10ാം ക്ലാസ് പഠിക്കുക. 10ാം ക്ലാസ് പഠിക്കുമ്പോൾ ഞാൻ എൻ്റെ കഥ എൻ്റെ ദുഃഖപുത്രി അത് ചന്ദ്രികയിൽ പ്രസിദ്ധീകരിച്ച് വന്ന് എനിക്ക് നല്ലൊരു പ്രൈസും കിട്ടി.
അന്ന് മാതൃഭൂമിയിൽ എന്റെ ഫോട്ടോ വന്ന് അത് തലശ്ശേരി ഗേൾസ് സ്കൂളാണ് പഠിച്ചത്. ഗേൾസ് സ്കൂളിലെ HM അമ്മണി ബ്രാഹ്മണി അമ്മ പറഞ്ഞു അത് ഇവിടുത്തെ ഓഫീസിൽ വെക്കണം. അപ്പൊ എന്റെ കയ്യിൽ നിന്ന് ആ ഒരു തെളിവായില്ലാതും നഷ്ടപ്പെട്ടു. അങ്ങനെ പിന്നെ കല്യാണത്തിന് ശേഷം അച്ഛൻ ഒരു ദിവസം ഒരു കാർഡ് ആയിട്ട് വന്നു. അതിനു മുന്നേ ഞാൻ ബാലലോകത്തിൽ എഴുതിയിട്ടുണ്ട്. തമിഴ്നാട്ടിലെ ബാലലോകത്തിൽ പിശാചിന്റെ കുതന്ത്ര ഒരു പൊട്ടക്കഥയാണ്. അവൾ കുട്ടികളോട് പറഞ്ഞു കൊടുക്കില്ല, ചോറതിലെ മാണ്ടായി പിടിക്കും അല്ലെങ്കിൽ പിന്നെ കണ്ണൂടിയം വരും, അതുമാതിരി ഒരു പൊട്ടക്കവിത അടിച്ചത്. അതായത് മിന്നീനെ പിടിച്ചിട്ട് തീ ഉണ്ടാക്കുന്ന പറഞ്ഞിട്ട് കുട്ടിയൊക്കെ വേണ്ടി ഒരു പൊട്ടക്കഥയാണ്. എന്നാൽ അത് ബാലലോകത്തിൽ പ്രസിദ്ധീകരിച്ചത്. അതിനുശേഷം ഒരിക്കലും വീണ്ടും വന്ന് ബാലലോകത്തിലേക്ക് ഒരു കഥ അയച്ചു കൊടുക്കുന്ന കാർഡ്. എന്റെ അച്ഛൻ ആ കാർഡുമായിട്ട് വാങ്ങി എന്റെ ഭർത്താവിന്റെ വീട്ടിൽ വന്നപ്പോ അവിടെ എന്നോട് പറഞ്ഞു എഴുത്തെല്ലാം കല്യാണത്തിന് മുമ്പ് നിർത്തിയിന്, ഇനി എഴുതാൻ പറ്റില്ല. പിന്നെ അവിടെ വെച്ച് ഞങ്ങൾ നിർത്തി. പിന്നീട് ഞാൻ മക്കളെല്ലാം പഠിപ്പിച്ച് ഇതെല്ലാം അറിയുന്നവരെ ഒരാൾ ബാക്കിലുണ്ട്. എന്റെ കുട്ടികളെ സാഹിത്യ സൃഷ്ടികൾ അറിയുന്ന 2 ടീച്ചേഴ്സ് അവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ആൾക്കാരുണ്ട് അറിയില്ല. പിന്നെ ഞാൻ എന്റെ മക്കളെ പഠിപ്പിച്ച് ഒരു വലിയ നിലയിലെത്തിക്കണം എന്ന് വെച്ച് എന്റെ മക്കളെ പഠിപ്പിച്ച് നല്ലൊരു നിലയിലെത്തിച്ച് ആ മക്കളെ അമ്മയായിട്ട്, അതായത് രമ്യ രാഘവന്റെ അമ്മ, രശ്മി രാഘവന്റെ അമ്മ, ലളിത് രാഘവന്റെ അമ്മ, അങ്ങനെ ഞാൻ അറിയുന്നത്. അല്ലാണ്ട് രാഘവൻ നായരുടെ ഭാര്യ അല്ലെ രാമൻ നായരുടെ മോള് എന്നല്ല അറിയുന്നത്. ഈ കുട്ടികളെ പേരിൽ ഞാൻ അറിഞ്ഞത്. അങ്ങനെ കുട്ടികളെ പേരിൽ അറിഞ്ഞു വന്ന ഞാൻ ചെറുതായിട്ട് എന്താ പറയുന്നത്, ഇത്രയും ഇത് സമാഹരിക്കുമ്പോ എനിക്ക് ചെറിയ ടെൻഷൻ. എന്നോട് എന്റെ മോള് പറഞ്ഞു, എന്റെ അമ്മ എന്തിനാ ഇതെല്ലാം എഴുതുന്നത്, ഇപ്പൊ എഴുതിയിട്ട് എന്താ കാര്യം, എഴുതിയിട്ട് ആരാ നന്നായിട്ടുള്ളത്, എഴുത്തെല്ലാം വിട്ടേക്കണേ, അമ്മക്ക് എഴുതൊന്നും വേണ്ട. കാരണം സുഗതകുമാരി എഴുതിയിട്ടുണ്ട്. സുഗതകുമാരി എഴുതിയിട്ട് വെളുത്തിട്ട് ഇപ്പൊ പ്രതിസ്നേഹികളോടെ നടക്കുക. അതുകൊണ്ട് അമ്മ എഴുത്തൊക്കെ നിർത്തിയിട്ടുണ്ട്. പക്ഷേ ഞാൻ ആര് പറഞ്ഞാലും ഉൾക്കൊള്ളുന്നവരല്ല. എനിക്ക് എന്റെ ഒരു സ്വയം ബോധം വേണം. ഞാൻ ചെയ്യുന്നത് ശരിയാണ്, ഞാൻ ചെയ്യുന്നത് തെറ്റാണ്. എന്നാലേ ഞാൻ ഏത് മേഖലയിൽ നിന്നും പിന്തിരിയുന്നുള്ളത് എന്റെ അച്ഛൻ എപ്പോഴും പറയാം, എല്ലാവരോടും പറയാം, അവളോട് പറയാൻ പറ്റില്ല. എന്റെ കല്യാണത്തിന് ഒരു സംസാരം ഉണ്ട്, രാമൻ നായർ മോളെ കല്യാണമെല്ലാം നടക്കുന്ന ഓട്ട കല്യാണം. കാരണം ഞാൻ ആരോടും നടത്തുന്നതെന്ന് എപ്പോഴും സംസാരിക്കുമോ ആ ഒരു ത്രാണി ഇനിയും നഷ്ടപ്പെടാൻ സൂക്ഷിക്കണമെന്നാണ് ഉള്ളത്. അതുകൊണ്ട് ഞാൻ കുറച്ച് ചെറുതായിട്ട് നിങ്ങളോട് പറയാം. ഇങ്ങനെ എഴുതിയ കവിതരം സ്നേഹിക്കുന്നവരുണ്ട്, വെറുക്കുന്നവരുണ്ട്, പരിഹസിക്കുന്നവരുണ്ട്. പക്ഷെ കവിത നല്ലതാണ്. കാരണം കവിത എഴുതുമ്പോൾ നമ്മളെ മനസ്സിന്റെ എല്ലാ വിഷമങ്ങളും തീരും. ചിലപ്പോ ഞാൻ ഇത്രയും എനിക്ക് എഴുതാൻ പറ്റില്ല, അത് എന്റെ ഏകാന്തതയിൽ വന്ന്, അതായത് കൂരിരുട്ടില് മിന്നാമിനി ഒരു വെളിച്ചം തരില്ലേ, അതുമാതിരി എനിക്ക് തോന്നില്ല. ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ കുറെ വരികൾ എന്റെ മുമ്പിലേക്ക് ഒരു സന്തോഷവും സമാധാനവും വരുന്നുണ്ട്. ആ വരികളെയാണ് ഞാൻ 300ഓളം കവിതകൾ എഴുതിയിട്ടുണ്ട്. 300ഓളം കവിതകൾ എഴുതിയിട്ട് എനിക്ക് ഒരുപാട് പുസ്തകങ്ങളാക്കാനും പറ്റിയില്ലെങ്കിലും ഈ ഒരു പുസ്തകം ആക്കാൻ പറ്റിയത് കുറെ എന്റെ കൂട്ടുകാരും സഹകരണം. എന്നോട് ഓരോരുത്തരും പറയും, ഫേസ്ബുക്കിൽ എഴുതുമ്പോൾ ഓരോരുത്തരും പറയും, ഇത്രയും എഴുതിയിട്ട് നിങ്ങൾക്കൊന്ന് പ്രസിദ്ധീകരിച്ചൂടെ. പ്രസിദ്ധീകരിക്കുമ്പോൾ ഇതിന്റെ കുറെ നൂലാമാലകളുണ്ട്. ആ നൂലാമാലകളെ പറ്റി 2 വാക്ക് പറയാം. എന്റെ വീട്ടിലേക്ക് വന്നതാണ് DKD മുടപ്പിലങ്ങാട് ഒരു ദിവസം പുഷ്പാണ്ടി വടക്കുംപാട്. അപ്പൊ എന്റെ രചനകളെല്ലാം കണ്ട് വായിച്ചു നോക്കി. എന്നോട് പറഞ്ഞു, ഇതൊന്ന് പ്രസിദ്ധീകരിച്ചൂടെ. പ്രസിദ്ധീകരിക്കണം, അത് പിന്നീട് ആള് വേണം. അപ്പൊ അതാ ഇവർ പറഞ്ഞ എല്ലാ സപ്പോർട്ടും ചെയ്തു തരാം. അതുപോലെ എന്റെ സൃഷ്ടികൾ ഫേസ്ബുക്കിനെ പറ്റി വായിച്ച ഒരാളാണ് ബാക്കിലിരിക്കുന്ന സാജൻ പീറ്റർ. അയാൾ എന്നോട് പറഞ്ഞു, എത്ര എഴുതുന്നുണ്ട്, ഒരു പുസ്തകം ആക്കിക്കൂടെ. ഞാൻ പറഞ്ഞ പുസ്തകമാണെങ്കിൽ എത്ര മണിയുണ്ട് പറഞ്ഞിവിടെ. അപ്പൊ എല്ലാ സപ്പോർട്ടും തരാൻ അവർ പറഞ്ഞിട്ട് അങ്ങനെ ഓരോരുത്തരും നല്ല നല്ല സപ്പോർട്ട് കിട്ടിയിട്ട് അങ്ങനെ ഞാൻ ഈ രംഗത്തേക്ക് വന്നതും ഈ ചെറിയൊരു കാലയളവിൽ എനിക്ക് ഇതിങ്ങനെ പ്രസിദ്ധീകരിക്കാൻ കഴിയുമെന്നും ഇത്രയും ഞാൻ ക്ഷണിച്ച നിങ്ങളൊക്കെ ഇത്രയും വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ആ വന്ന നിങ്ങളോട് ഇതിൻ്റെ ഇടയിൽ ഏറ്റവും സന്തോഷമായ എന്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ എന്റെ സന്തോഷം ഞാൻ അറിയിക്കുന്നത്. പിന്നെ വെറുതെ കവിതയെ ഞാൻ പുച്ഛിക്കരുത്. കഴിയെങ്കിൽ എല്ലാവരും ഈ 2 വരി എഴുതി കഴിഞ്ഞാൽ അക്ഷരങ്ങളെ ഓരോന്നും ചേർത്ത് വെച്ച്, അതായത് ഓരോരോ മുത്തും നൂലില് കോർത്തെടുക്കുന്ന ഓരോരോ അക്ഷരങ്ങളും കോർത്തെടുത്താൽ ഒരു കവിതയാകും. വെറുതെ നമ്മളിപ്പോ വെറുതെ എന്താണ് എഴുതിയ പോകുന്നത് ചോദിച്ചാൽ അത് രാഗത്തിൽ ചെല്ലിയാൽ കവിത. നേരത്തെ നമ്മുടെ ഇവര് പേര് മറന്നുപോയി, പ്രശ്നസാര പറഞ്ഞത് മാതിരി നാടൻ ഭാഷ ഇല്ലാതെയൊക്കെ പോകുന്നത് ഞാനിന്ന് പോയിട്ട് വരുന്നു പറയുന്നത് അത് രാഗത്തിൽ ചൊല്ലിയ കവിതയാവും. നമ്മള് ഒന്നും വേണ്ടാന്ന് വെക്കുന്നതല്ല, ഒന്നും നടക്കാണ്ടായിപ്പോകുന്നത്. പിന്നെ പ്രത്യേകിച്ച് ഞാനൊരു സ്ത്രീകളെല്ലാരും എന്നെ ഇഷ്ടപ്പെടുകയെന്നല്ല, നമ്മള് മിക്ക സ്ത്രീകളും ഇങ്ങനെ രോഗികളായി പോകുന്നത് ഒന്നിനും വയ്യ ടിവിയുടെ മുമ്പിൽ ഇരിക്കുന്നത് കൊണ്ടാ. ഞാൻ TV വിരോധിയാണ്, ഞാൻ TV കാണില്ല. ഞാൻ പറഞ്ഞത് എന്നോടായിട്ട് വെറുപ്പുണ്ട്. ടിവിന്ന് കുറച്ച് പിന്മാറിക്കൊണ്ട് എഴുത്തിലെങ്ങനെ വെക്കുന്നില്ല. കുറെ കാര്യങ്ങൾ നമുക്ക് സ്ത്രീകൾക്ക് വേണ്ടി ചെയ്യാനുണ്ട്, കുടുംബത്തിന് വേണ്ടിയിട്ട്, പൊതുവിന് വേണ്ടിയിട്ട് എല്ലാം ചെയ്യേണ്ടത്. ഓരോരുത്തരും നല്ല നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് മുന്നോട്ട് വരണമെന്നും കൂടി ഞാൻ ഈ കാര്യത്തിൽ പറയുന്നത്. ഇപ്പൊ ഞാനിപ്പോ ഇവിടെ ഒരു കവിമണ്ഡലം രൂപീകരിച്ചത് തന്നെ ഈ
എഴുത്തുകാർ എത്രയോ ആൾക്കാർ പിന്തള്ളപ്പെട്ടു പോകുന്നുണ്ട്, അവർക്കൊരു വേദി. അതുപോലെ നമ്മളെ സ്ത്രീകളുടെ ഇടയിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാൻ മുന്നോട്ട് വരിക. നമ്മളെ സംസ്കാരത്തിലെ നമ്മളെ സമൂഹത്തിലെ നമുക്കിനി നമുക്ക് ശേഷം ജനിക്കുന്ന മറ്റുള്ള തലമുറയെ വാർത്തെടുക്കാൻ എന്തൊക്കെ നല്ല കാര്യം ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം എന്നുള്ള ഒരു കാര്യം കൂടി ഞാനിവിടെ പറയുന്നത്. പിന്നെ എന്താ പറയണ്ടേ, ഇവിടെ അധ്യക്ഷം വഹിച്ച ആമിന മാളിയെ അധ്യക്ഷ വഹിച്ച ടിക്കറ്റ് മുഴപ്പിലക്കാട് എന്റെ പുസ്തക പ്രകാശനം ചെയ്തു തന്ന ആമിന മാളിയക്കല്, അത് സ്വീകരിച്ച സത്യചന്ദ്രൻ പൊഴിക്കാവ്, പിന്നെ എന്റെ ക്ഷണം സ്വീകരിച്ച് ആശംസാ പ്രസംഗത്തിലെത്തിയ മാന്യമായ എല്ലാ വ്യക്തികളും ഓരോരുത്തർ പേരെ എനിക്ക് ടെൻഷൻ കൊണ്ട് കിട്ടൂല, സ്പീഡ് കുറച്ച് കൂടുതലാണ്. പിന്നെ വളരെ ചെറുതായിട്ട് ചിരിക്കാനും അറിയില്ല, വളരെ ചെറുതായിട്ട് സംസാരിക്കാനും അറിയില്ല, വളരെ ചെറുതായിട്ട് നടക്കാനും അറിയില്ല. എല്ലാ ദോഷങ്ങളും കൊണ്ട് ഗുണങ്ങൾ എത്രയുള്ളതെന്ന് അറിയില്ല. അതുകൊണ്ട് എന്റെ ക്ഷണം സ്വീകരിച്ച് ഇവിടുത്തെ എല്ലാവരോടും ഒരേ ഒരു ഭാഷ, ഹൃദയത്തിന്റെ ഭാഷ, എനിക്ക് എന്തെങ്കിലും ഒരു പുസ്തകങ്ങളെ പ്രസിദ്ധീകരിക്കാൻ കഴിയുമെങ്കിൽ ഇതുപോലെ എല്ലാവരും വരണം, പ്രോത്സാഹിപ്പിക്കണം, സന്തോഷിക്കണം. ഇത്രയും പറഞ്ഞ് ഞാൻ എന്റെ വാക്ക് നിർത്തുന്നു. നമസ്കാരം.
അത്രയ്ക്ക് സ്നേഹമാണ്. അതുകൊണ്ടാണ് ഇത്രയും സമയം ഞാനിങ്ങനെ മനസ്സ് വിഷമിച്ചിരിക്കുമ്പോ നിങ്ങൾ ആരെങ്കിലും ചോദിച്ചാ എന്താ നാരായണ നീ ഇങ്ങനെ മനസ്സ് വിഷമിച്ചിരിക്കുന്നത് ചോദിക്കൂല. എന്താ പറയാ